ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. +2 കുട്ടികൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ കൊമേഴ്സ് കുട്ടികളുടെ സബ്ജക്റ്റുകളായ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു വർഷത്തിൽ നമുക്ക് വെയിറ്റേജ് അനുസരിച്ചിട്ട് പഠിക്കാം. അതായത് ഓരോ വെയിറ്റേജും ഓരോ പാഠത്തിൽ ഇനി നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയത് പഠിക്കണമെങ്കിൽ നമുക്ക് വെയിറ്റേജ് അറിയണം. അതായത് ഒരു സബ്ജക്റ്റിൽ നിന്ന് എത്രത്തോളം വെയിറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു സബ്ജക്റ്റിൽ ഒരു 10 പാടുന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം വെയിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അക്കൗണ്ടൻസിയും എക്കണോമിക്സും ബിസിനസ്സും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനൊക്കെ. അക്കൗണ്ടൻസിൽ നമുക്ക് മൊത്തം 10 പാടാണ് പഠിക്കേണ്ടത്. AFSും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. AFSകാർക്കും കമ്പ്യൂട്ടറൈസ്ഡുകാർക്കും 6 മാർക്കിൻ്റെയും 6 ചാപ്റ്റേഴ്സും 4 ചാപ്റ്റേഴ്സ് പാർട്ട് 1 കൂടി മൊത്തം 10 ചാപ്റ്റേഴ്സ്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ വെയിറ്റേജ് ആണ് പറയുന്നത് ടൈപ്പ് വീഡിയോയിൽ. ദെൻ ഇക്കണോമിക്സ് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. മൈക്രോയിൽ 5 പാഠം, മാക്രോയിൽ 6 പാഠം. ബിസിനസ് സ്റ്റഡീസ് 11 പാഠങ്ങളുണ്ട്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും 11 പാഠങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റേജ് ഒക്കെ അനുസരിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചാപ്റ്റർ ബേസുകൾ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ക്രാഷ് ബാച്ച് തുടങ്ങിയതിൻ്റെ എല്ലാ ചാപ്റ്റർ ബേസ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും അവൈലബിൾ ആണ്. മാത്രമല്ല മോഡൽ എക്സാമിന് ശേഷം നമ്മൾ റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ 2 ദിവസം കഴിഞ്ഞ 2 ദിവസം നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടത്തിയത്. അതിനുശേഷം നമ്മളിപ്പോൾ ഓരോ പാഠത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ആണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാം. മിസ്സിൻ്റെ PDF നോട്ടായിട്ട് ഹാൻഡ് റിട്ടൺ നോട്ട്സുകൾ കിട്ടും. എല്ലാ സബ്ജക്റ്റും കൂടി 500 റുപ്പീസ് ആണ് കേട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയത് അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ് എല്ലാം കൂടി നിങ്ങൾക്ക് 500 റുപ്പീസ് ആണ് കേട്ടോ. മാത്സ് നിങ്ങൾക്കതിൽ ഒരു സബ്ജക്റ്റ് വേണ്ടവരും 2 സബ്ജക്റ്റ് വേണ്ടവരും എത്ര സബ്ജക്റ്റ് വേണ്ടവർക്ക് 500 റുപ്പീസ് തന്നെയാണ്. ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ കിട്ടുന്നു. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് മാർച്ച് 2 വരെ നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. മാർച്ച് 2 വരെ അഡ്മിഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 4 ദിവസം കൊണ്ട് എന്താ ചെയ്യാന്ന് വിചാരിക്കും. പക്ഷേ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എക്സാം കഴിയുന്നത് വരെയും അവൈലബിൾ ആണ്. ഓരോ സബ്ജക്റ്റ് വൈസ് എക്സാമിന് ശേഷം നമുക്ക് ലീവ് ഉണ്ട് അല്ലേ, ഇടയിൽ പഠിക്കാം. ആ ലീവ് സമയത്ത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് അറിയില്ല എങ്കിൽ നിങ്ങളപ്പോൾ ബുദ്ധിമുട്ടേണ്ട. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ മതി. അതെടുത്ത് നിങ്ങൾക്ക് നോക്കി പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ പോലെ നിങ്ങൾക്ക് കണ്ടു വേണമെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സസ് ആണ്. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ് കേട്ടോ. സോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വേണ്ടവരെ. നമുക്ക് ആദ്യം അക്കൗണ്ടൻസി നോക്കാം. അക്കൗണ്ടൻസിയിൽ 4 ചാപ്റ്റേഴ്സ് ആണ് പാർട്ട് 1 നിന്നുള്ളത്. പാർട്ട്ണർഷിപ്പ് ഫോർ ബേസിക് കൺസെപ്റ്റ്, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത്, ഡിസൊല്യൂഷൻ. ഇതിൽ പാർട്ട്ണർഷിപ്പ് ഫോർ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ പാഠത്തിൽ 8 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് വരുന്നത്. ഈ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പ്രോബ്ലംസും അതുപോലെ തന്നെ തിയറീസും ജേർണൽസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. എല്ലാം കൂടി 8 മാർക്ക്. മാത്രമല്ല അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അഡ്മിഷൻ്റെ ചാപ്റ്ററിൽ നമുക്ക് 13 മാർക്ക്. ഇതിൽ നിന്നാണ് നമുക്ക് 6 മാർക്കിൻ്റെ essay പ്രോബ്ലംസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് പക്ഷെ നമുക്ക് മോഡൽ എക്സാമിന് ഇതിനും essay പ്രോബ്ലംസ് നോക്കിയിരുന്നു. സോ നമ്മൾ അതും പഠിക്കാം. ഡിസൊല്യൂഷൻ്റെ സമയത്ത് അതായത് ഡിസൊല്യൂഷൻ നടത്തുന്ന ആ ഒരു പാഠത്തിൽ നിന്നും നമുക്ക് essay ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ പാറ്റേൺ ചേഞ്ച് കണ്ടില്ലേ. നമ്മൾ കഴിഞ്ഞ വർഷം വരെ അഡ്മിഷനും ഡിസൊല്യൂഷനിൽ നിന്നും മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ. അതേപോലെ ഫസ്റ്റ് പാടുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ 2-3 കൊല്ലം മുന്നേ ഫസ്റ്റത്തെ പാടുണ്ടായിരുന്നു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതും അഡ്മിഷനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ എല്ലാ പാഠത്തിൽ നിന്നും essay ക്വസ്റ്റ്യൻ. മാത്രമല്ല 8 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ നമുക്ക് ചുരുങ്ങിയിട്ട് 6 മാർക്കിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യണം. അതായത് അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഒരു മാർക്ക് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി മേ ബി 8 മാർക്കിനാവും. അപ്പോൾ ഫൈനൽ എക്സാമിനും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇടാം. മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും നമുക്ക് 6 മാർക്കിലേക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും വലിയ അക്കൗണ്ടൻസിലെ ക്വസ്റ്റ്യൻസ് പോയത്. സോ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഭാഗങ്ങളും മാക്സിമം കവർ ചെയ്ത് പഠിക്കാം. ഇപ്പോൾ essay പ്രോബ്ലം നമുക്ക് മോഡൽ എക്സാമിന് 3 പാഠത്തിൽ നിന്നും ചോദിക്കേണ്ടായി. ഡിസൊല്യൂഷനും റിട്ടയർമെൻറ്റും ചോദിച്ചവരുണ്ട്, അഡ്മിഷനും ഡിസൊല്യൂഷനും ചോദിച്ചവരുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. ആദ്യം അഡ്മിഷൻ പോയി പഠിച്ചോളൂ. ദെൻ അടുത്ത ചാപ്റ്ററാണ്, അടുത്ത സബ്ജക്റ്റ് നോക്കാം, ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ മോഡൽ എക്സാമിന് നമുക്ക് ഏകദേശം എല്ലാ പാഠത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പാഠം പോലെ അവർ ഒഴിവാക്കാതെ
ഇമ്പോർട്ടൻസ് ഒന്നും നോക്കിയിട്ടില്ല, എല്ലാ പാടത്തു നിന്നും ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഷോർട്ട് എസ്സേയും ലോങ് എസ്സേയും മാത്രമല്ല, നമുക്ക് ഒന്നും കൂടിയും 8 മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതൊക്കെ 1 മാർക്കിലേക്ക് പോയി, 4 മാർക്കിലേക്ക് പോയി, 4 മാർക്കിൻ്റെ ഒക്കെ 1 മാർക്കിലേക്ക് പോയി. അതായത് ഇപ്പോൾ മാർക്കറ്റിംഗ് മിക്സൊക്കെ നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് 1 മാർക്കിൻ്റെ ഫിൽ ദ ബ്ലാങ്ക്സിലേക്കാണ് പിന്നീട് 4 പീസ് ചോദിച്ചത്. അപ്പോൾ അതും നല്ലപോലെ ശ്രദ്ധിക്കാം. ഇവിടെ മാനേജ്മെൻറ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അവിടെ ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ കണ്ടീഷൻസും ഒബ്ജക്റ്റീവ്സും കോർഡിനേഷൻ എന്താണെന്നും എല്ലാം പഠിക്കണം. അതിലേത് ടോപ്പിക്ക് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഒരു 6 മാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക്, ഇപ്പോൾ ഇമ്പോർട്ടൻസിനേക്കാൾ കൂടുതൽ അതായത് നോൺ ഫോക്കസ് ഏരിയ ബേസ്ഡും വന്നു തുടങ്ങി. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അവിടെ നമ്മൾ ഫയോളിൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ അതുപോലെ തന്നെ ടെക്നിക്സ് ഒക്കെയാണ് കൂടുതൽ പഠിക്കേണ്ടത്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് മോഡൽ എക്സാമിന് ഡൈമെൻഷൻസ് ആണ് ചോദിച്ചത്. ക്രിസ്മസ് എക്സാമിന് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ചോദിച്ചിരുന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ പഠിക്കണം. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഇത്തവണ ചോദിച്ചു. അതുപോലെ പ്ലാനിങ്ങിൻ്റെ ടൈപ്സ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചത്. റൂൾസ്, പോളിസിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ പഠിക്കണം. ഓർഗനൈസിങ്ങിൽ നമുക്ക് ഇപ്രാവശ്യം ഡിഫറൻസ് ആണ് ചോദിച്ചത്. അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ പഠിക്കാം. സ്റ്റാഫിങ്ങിൽ നമുക്ക് സെലക്ഷൻ്റെ പ്രോസസ്സ് ചോദിച്ചിരുന്നു, റിക്രൂട്ട്മെൻറ്റ് സോഴ്സസ് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ പഠിക്കാം. ദെൻ ഡയറക്റ്റിംഗ്, വളരെ വലിയ പാടാണ് ഡയറക്റ്റിംഗ്. അവിടെ നമുക്ക് ഒരുപാട് ടോപ്പിക് പഠിക്കാനായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സുകളുണ്ട്. ഇത്തവണ മോഡൽ എക്സാമിന് ഡയറക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. മാത്സിലോട് നീടും അതുപോലെ തന്നെ അതാണ് 8 മാർക്കിലേക്ക് പോയത്. അതൊന്നും 8 മാർക്കിലേക്ക് അങ്ങനെ പോയിട്ടേ ഇല്ല. സാധാരണ ഡയറക്റ്റിങ് നല്ല പോലെ പഠിക്കട്ടെ, കാരണം ഡയറക്റ്റിങ് നന്നായി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മോഡൽ എക്സാമിൽ വളരെ പൊതുവെ കുറവാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്കതിൽ ബാരിയേഴ്സ് ചോദിച്ചിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ചോദിച്ചിട്ടില്ല, ദെൻ മോട്ടിവേഷൻ തിയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ചോദിച്ചിരുന്നു അല്ലേ, ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. കൺട്രോളിങ്ങിൻ്റെ പാർട്ടിൻ്റെ സ്റ്റെപ്പ് മാത്രമാണ് ചോദിച്ചത്. നമുക്ക് കൺട്രോളിങ്ങിൽ അതും മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആണ്. ദെൻ പ്ലാനിങ്ങും കൺട്രോളിങ്ങും നമ്മൾ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ തവണ അത്യാവശ്യം എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് 3 ഡിസിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെയോ അതിൻ്റെയൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റിങ് ചോദിച്ചിട്ടുണ്ട്. ദെൻ മാർക്കറ്റിംഗ് അത്യാവശ്യം നല്ല ലെങ്തി പാടാണ്. മാർക്കറ്റിംഗ്, ഡയറക്റ്റിംഗ് ഇതൊക്കെ നമ്മൾ ആദ്യം പഠിക്കാട്ടെ ഈ പാഠങ്ങൾ. മാർക്കറ്റിങ്ങിൽ ഡിഫറൻസ് ചോദിക്കുന്നുണ്ട്, ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് 8 മാർക്കിലേക്ക് പോയി. 4 P's, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഒന്നും ചോദിച്ചിട്ടില്ല തവണ. പ്രൈസിങ് പോളിസീസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്ക് അവിടെ പഠിക്കാറുണ്ട് കേട്ടോ. കൺസ്യൂമറിൻ്റെ പാഠത്തിൽ 3 റിഡ്രസൽ ഏജൻസീസും റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ ആണ് പൊതുവെ എല്ലായിടത്തും വരുന്നതും ഇത്തവണ വന്നതും. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്കുകൾ മാത്രം പഠിക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ചാപ്റ്റർ വൈസ് ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് മിസ് നിങ്ങൾക്ക് വീഡിയോ പെടുന്നുണ്ട്. തൊട്ട് താഴെ പിന്നാലെ നമുക്ക് ബിസിനസ്സിൻ്റെ വീഡിയോ വരുന്നുണ്ട്. കാരണം ബിസിനസ് സ്റ്റഡീസ് ആണ് കുട്ടികളൊക്കെ ആദ്യം പഠിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ഒരു ടൈം ടേബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമാണ് വരുന്നത്. സോ എല്ലാവരും വെയിറ്റേജ് നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് വൺ ഇക്കണോമിക്സിന് മൈക്രോന്നും മാക്രോന്നും ഉണ്ട് ക്വസ്റ്റ്യൻസ് അല്ലേ. മാക്രോ രണ്ടിനും വെയിറ്റേജ് എടുത്തിട്ടുണ്ട്. ഇതിൽ മൈക്രോയിലെ ഇൻട്രൊഡക്ഷൻ പാഠം 4 മാർക്ക്. അവിടെ നമുക്ക് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി, PPC കർവുകൾ, അതുപോലെ തന്നെ സെൻട്രൽ പ്ലാന്റിൻ്റെ ഫീച്ചേഴ്സ്, ഇക്കോണമി ടൈപ്സ്, കൺസ്യൂമർ ഏറ്റവും വലിയ പാഠം, കൺസ്യൂമറിൻ്റെ പാഠം, പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഷിഫ്റ്റുകൾ, കർവുകൾ, ഇക്വിലിബ്രിയം എന്താണ്, ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പാഠമാണ്. നല്ല വലിയ ലെങ്തി പാഠമാണ്. ദെൻ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് 8 മാർക്ക്. നമുക്ക് പ്രോബ്ലംസ്, കർവ്, ലോ ഓഫ് വാരിയബിളൊക്കെയാണ് ചോദിച്ചിരുന്നത്. തിയറി ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇതേപോലെ കർവുകളുണ്ട്. പ്രോബ്ലംസ് വളരെ കുറവാണ്, അതിൽ പ്രോബ്ലംസ് അധികം ഇല്ല, ജസ്റ്റ് TR AR ഒക്കെ ഉള്ളൂ. ഇവിടെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ അതിൻ്റെ കർവൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ദെൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ ആ ഡയഗ്രാം, അതുപോലെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലമൊക്കെയാണ് ആ പാഠത്തിൽ പഠിക്കേണ്ടത്. ഓരോ പാഠങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ.
ദെൻ മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഭാഗമുണ്ട്, 3 മാർക്ക്. അവിടെ നമുക്ക് കൂടുതലും എമർജൻസിക്കാണ് ചോദിക്കാറ്. ദെൻ സെക്ടേഴ്സ്. രണ്ടാമത്തെ പാഠം GDPയുടെ പാഠം, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അവിടെ തിയറി ക്വസ്റ്റ്യൻസും 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസും ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അവിടെ നമുക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, പിന്നെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, GDP ഡിഫ്ലേറ്റർ, GDP എങ്ങനെ കണ്ടുപിടിക്കാം, മണി ആൻഡ് ബാങ്കിങ്. നെക്സ്റ്റ് 8 മാർക്കിൻ്റെ വെയിറ്റേജ്. ഇതുപോലെ നമുക്ക് 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പാഠമാണ് കേട്ടോ. ഇൻകം ഡിറ്റർമിനേഷൻ, ഗവൺമെൻറ് ബഡ്ജറ്റ്, ഇക്കോണമി. ഇത് 3ഉം ഒരേ രീതിയിൽ പഠിച്ചാൽ മതി. അതായത് എല്ലാത്തിനും കുറേശ്ശെ പഠിക്കാനുള്ളൂ. 3 പാഠം കുറേശ്ശെ പഠിച്ചാൽ മതി. കുറേശ്ശെ തന്നെ അതിന് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സുള്ളൂ. സോ നല്ല പോലെ ശ്രദ്ധിക്കുക. ഇവിടെ ഇക്കണോമിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൺസ്യൂമറിൻ്റെ പാഠം, GDP, മണി ആൻഡ് ബാങ്കിങ്, തിയറി ഓഫ് ഫേം, ഇതൊക്കെ വളരെ മെയിനായിട്ടുള്ള പാഠങ്ങളാണ്. ഈ പാഠങ്ങളൊക്കെ ഒരു 3/4 ഭാഗമെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, 75% എങ്കിലും. ഓക്കെ. അതെ, നെക്സ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്ക് കടക്കുമ്പോൾ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. ഫസ്റ്റത്തെ 3 പാഠം C++ ആണ്. 5, 4, 8. കാരണം 3 പാഠത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു വെയിറ്റേജ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വെബ് ടെക്നോളജി, HTML. ഇത് രണ്ടും HTMLൻ്റെ സെക്ഷനാണ്. 2 പാഠം കൂടിയിട്ട് കണ്ടാൽ ഇത് നമുക്ക് C++ കമ്പൈൻ ചെയ്ത് പഠിക്കാം, ഇത് നമുക്ക് HTML കമ്പൈൻ ചെയ്ത് പഠിക്കാം. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നത് വെബ് ഹോസ്റ്റിങ്ങും ജാവൊക്കെ ഒറ്റയ്ക്ക് പഠിക്കാം. SQL ഒക്കെ സെപ്പറേറ്റ് ആണ്. ഇതൊക്കെ 6, 7. DBMS, ERP, ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ്. അത് 3ഉം ഒരു തിയറി പോലെ പഠിക്കാം. തിയറി ക്വസ്റ്റൻ വെച്ചാൽ അധികം പ്രോഗ്രാംസ് ഇല്ലാത്ത പോലെ. RDBMS അതിലുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ ഓരോ പാഠം കണ്ടില്ല. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫങ്ഷൻസ്, HTMLൻ്റെ ചാപ്റ്റർ, DBMSൻ്റെ ചാപ്റ്റർ, ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ്, SQL. കണ്ടോ, ഇതിൽ തിയറി ബേസ്ഡ് നന്നായി നോക്കാം. പ്രോഗ്രാമുകളൊക്കെ മേ ബി നമുക്ക് HTMLൻ്റെ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ സുഖമാണ്, വലിയ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ തട്ടുക ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് C++, HTML, അതുപോലെ തന്നെ നമുക്ക് ജാവ, SQL. ഈ 4 സെക്ഷനിൽ 4 പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും ഡാറ്റ ടൈപ്സ്, ഫങ്ഷൻസ്, മോഡിഫയേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് 4 അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ഓക്കെ, 4 അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല, അറിയണം. ഡാറ്റ ടൈപ്സ് ഒക്കെ പലതിൻ്റെയും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനിയിപ്പോൾ മിസ്സ് പറഞ്ഞ പോലെ ചാപ്റ്റർ ബേസുകൾ നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ മിസ്സിൻ്റെ ക്ലാസ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഓക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി അഡ്മിഷൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു പാഠം പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്കത് അറിയോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ മാർച്ചിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അഡ്മിഷൻ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ മാർച്ചിൽ നിങ്ങൾക്ക് ആ ഫൈനൽ എക്സാമിനോട് കൂടി നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും ഇരുന്ന് കാണാം. ഏതെങ്കിലും രീതിയിൽ സംശയങ്ങളൊക്കെ വന്ന സമയത്ത് മിസ്സിനോട് ചോദിക്കാം. ഓക്കെ എവ്രിവൺ, അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പഠിച്ചു തുടങ്ങാം. കാരണം ടൈം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ ആവാതെ പഠിക്കണം. കാരണം ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട്. മോഡൽ എക്സാം കഴിഞ്ഞാലും ടൈമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.